മരിച്ചു പോകും സഹോദരങ്ങളെ. ആ താപനില ഒരു 75 പോയാൽ ഇവിടെ മൃഗങ്ങളുണ്ടാകുമോ? പറവകളുണ്ടാകുമോ? ചെറിയ കുട്ടികൾ ജീവിക്കുമോ? പ്രായമുള്ളവര് മുന്നോട്ട് പോകുമോ? ഈ നരകക്കാരന്റെ ഭാഷ തണുത്ത വെള്ളം കയ്യിൽ പിടിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്നുപോയി. അഫീദൂ അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ഒരൽപ്പം വെള്ളം ഒഴിച്ചു തരുമോ? അതല്ല, അതില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്നിൽ നിന്ന് അല്പം തരുമോ? നിങ്ങൾക്ക് അല്ലാഹു എന്തെല്ലാം തന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഐറ്റംസുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പഴവർഗ്ഗങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, രസത്തിന് വേണ്ടി കടിക്കുന്നതുണ്ട്, ധാരാളം വ്യത്യസ്ത രൂപത്തിലില്ലേ. എന്തെങ്കിലും ഒന്നിൽ നിന്ന് ഒരൽപ്പം തരുമോ? സ്വർഗക്കാരുടെ മറുപടി ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. വെള്ളം തരാൻ പറ്റില്ല, ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചില്ലല്ലോ, പരലോകം വിശ്വസിച്ചില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചില്ലല്ലോ, വിശ്വസിക്കേണ്ട ഒന്നും നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അതുകൊണ്ട് വെള്ളം തരാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ ഒരൊറ്റ ആയത്ത് ചിന്തിച്ചപ്പോ തണുത്ത വെള്ളം കയ്യിൽ നിന്ന് വീണുപോയി. ഒരൽപ്പവും കുടിക്കാനൊത്തില്ല. ചൂട് കൂടി വരുമ്പോ നരകത്തെ ഓർക്കണം മൂമിനേ. അല്ലാഹു ചൂട് കൂടുതലായി തരുമ്പോഴും നരകത്തെ ഓർക്കണം, തണുപ്പ് കൂടുതലാക്കി തരുമ്പോഴും നരകത്തെ ഓർക്കണം. സഹിക്കാൻ കഴിയാത്ത തണുപ്പുള്ള ലോകവും നരകലോകമാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള ലോകവും നരകലോകമാണ്. ദുനിയാവിലെ തണുപ്പല്ല സഹിക്കാൻ കഴിയാത്ത തണുപ്പ്, ദുനിയാവിലെ ചൂടല്ല സഹിക്കാൻ കഴിയാത്ത ചൂട്. സുബ്ഹാനല്ലാഹ്, പാരത്രിക ലോകത്തെ ചൂട്, നരകത്തിന്റെ ഭയാനകത വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നാറുക്കും ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം. ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ, ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന തീ, ഏതെല്ലാം തരത്തിലുള്ള തീ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതെ, നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള തീയുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് കത്തിക്കുന്ന തീയുണ്ട്, അതുപോലെ സ്ഫോടനത്തിൽ നിന്ന് വരുന്ന തീയുണ്ട്, പീരങ്കികളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന തീയുണ്ട്, ഭൂമിക്കടിയിൽ നിന്നും ഭൂമിക്കിടയിൽ നിന്നും ഭൂമി പൊട്ടി പിളർന്നിട്ട് തീയുണ്ടാകാറുണ്ട്, മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് തീ വരാറുണ്ട്. ആ തീകളൊക്കെ ജുസുഉം മിൻ 70 മിൻ നാരി ജഹന്നം, ജഹന്നമിന്റെ തീയിന്റെ 70-ൽ 1 മാത്രമാണ്. 69 ഡിഗ്രിയും അവിടെയുണ്ട്. ദുനിയാവിലെ മൊത്തം തീയ് നരകത്തിന്റെ തീയിന്റെ ഒരു അംശം മാത്രമാണ്. ബാക്കി 69ഉം അല്ലാഹു ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചത് നരകത്തിലാണ്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിൽ നിന്ന് ശരീരം സൂക്ഷിക്കാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരെ വിളിച്ചും ഒരു ദിവസം വഅദ് പറഞ്ഞു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ അൻഖിദി നഫ്സകി മിനൻ നാർ, നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനൻ നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ
നിങ്ങളെ ശരീരത്തെ രക്ഷപ്പെടുത്തണം. ഇവിടെ വെച്ച് രക്ഷപ്പെടുത്തിയെടുക്കണം. അവിടെ എത്തിയിട്ടല്ല, ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെട്ടു പോകണം. 9 ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടും പറഞ്ഞു, അൻഖിദീ നഫ്സകി മിനന്നാർ, നരകത്തിലേക്ക് പോകരുത്, നരകത്തിലേക്ക് ചാടരുത്, നരകത്തിൽ പോകുന്ന ഒരു അടയാളം സ്വീകരിക്കരുത്, നരകത്തിൽ പോകുന്ന ഒരു പണിയും എടുക്കരുത്. നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. അതിനല്ലേ അവര് ജീവിതകാലം മുഴുക്കയും ചെലവഴിച്ചത്. നരകത്തിൽ നിന്നുള്ള സലാമത്തിന് വേണ്ടി, നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളോടും അല്ലാഹുവിന്റെ കൽപ്പന അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നാറാ, ഏറ്റവും വലിയ അഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഇവിടെ ഒരു തീ കത്തിപ്പടരുമ്പോ നിങ്ങളുടെ മകൻ അറിയാതെ തീയിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. കൈപിടിച്ച് രക്ഷപ്പെടുത്തുമോ ഉപ്പമാരെ? കൈപിടിച്ച് പിന്നിലേക്ക് വലിക്കുമോ ഉമ്മമാരെ? തീർത്തും നിങ്ങൾ പറയില്ലേ, ഞങ്ങൾ ഓടിച്ചാടി രക്ഷപ്പെടുത്തും. ഞങ്ങളെ ശരീരത്തിൽ പൊള്ളലേറ്റാലും, ഞങ്ങളെ ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് തീ പടർന്ന് പിടിച്ചാലും പൊന്നോമന മകനെയും മകളെയും കൈപിടിച്ച് രക്ഷപ്പെടുത്തുമെന്നല്ലേ നിങ്ങൾ മറുപടി പറയുന്നത്? ആ തീയിനെ പറ്റിയല്ല അല്ലാഹു പറഞ്ഞത്. അത് സൂക്ഷിക്കും പോലെ അതിനേക്കാൾ ഗൗരവമായ രീതിയിൽ നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരം സൂക്ഷിക്കണം. എങ്ങനെയെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. മഹാനവർകൾ പറഞ്ഞു, 2 വഴികളാണ് അതിന് സ്വീകരിക്കേണ്ടത്. ഒന്നാമതായി ഇൽമു സ്വീകരിക്കണം. അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളെ ശരീരത്തിൽ സ്വീകരിക്കേണ്ടത് ഇൽമാണ്. നരകത്തിൽ നിന്ന് ചാടുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കണം. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് പഠിപ്പിക്കണം. ദുസ്വഭാവം കണ്ടാൽ നരകത്തെ പറഞ്ഞു ഉപദേശിക്കണം. നരകത്തിൽ പോകാനുള്ള വഴിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. എന്റെ മോനാ മാർഗത്തിൽ പ്രവർത്തിക്കരുത് എന്ന് ഉണർത്തി കൊടുക്കണം. രണ്ടാമത്തൊരു മാർഗം മദ്ദിബൂഹും, അദബ് നന്നായി പഠിപ്പിക്കണം. ഇൽമും അദബും രണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ്. നരകത്തിന്റെ ഒരു മാർഗം പോലും നമ്മുടെ കയ്യിലോ നമ്മുടെ മക്കളെ കയ്യിലോ ഉണ്ടായിക്കൂടാ. നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിക്കൂടാ. ഉപ്പമാരെ, നിങ്ങളെ മക്കള് പോയി ഡിസൈൻ ചെയ്തിട്ട് വസ്ത്രം എടുത്തു കൊണ്ടുവരുമ്പോ ഞെരിയാണിക്ക് താഴെയാണോ വസ്ത്രമുള്ളത്? ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രത്തെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതെന്താണ്? മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ. ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയത് നരകത്തിലാണ്. നരകത്തിലേക്ക് പോകുന്ന ഡ്രസ് എടുത്ത് നിങ്ങളെ മകൻ നടക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? നരകത്തിൽ പോകുന്ന മകനെയാണോ നിങ്ങൾ നോക്കി കാണാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തുണിയായാലും പാന്റായാലും തന്തൂറയായാലും ഏത് വസ്ത്രമായാലും പുരുഷന്മാർക്ക് അതിനൊരു അളവുണ്ട്. അത് ഞെരിയാണിക്ക് മുകളിലാകണം. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പൊ കല്യാണ വസ്ത്രം എന്ന നിലക്ക് ഒരു പുതിയ കോട്ട് കൊണ്ടുവരാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ. പൈജാമക്ക് മേലെ ഇടുന്ന ആ കോട്ട് അത് ഞെരിയാണിന്റെ മുകളിൽ തന്നെ വേണം, തായോട്ടിറങ്ങിക്കൂടാ. ഖതീബുമാര് ഖുതുബ ഓതുമ്പോ ഒരറബി കോട്ട് എന്ന നിലക്കൊരു കറുത്ത കോട്ടാണെങ്കിലും മഞ്ഞക്കോട്ടാണെങ്കിലും മുകളിലിടുന്നത് അതിന്റെ അളവും ഞെരിയാണി വരെ തന്നെയാണ്, തായോട്ടിറങ്ങിക്കൂടാ. സ്ത്രീകളുടെ വസ്ത്രം അങ്ങനെയല്ല, അത് ഞെരിയാണി വിട്ട് തായോട്ടിറങ്ങേണ്ട വസ്ത്രമാണ്. ഞെരിയാണിക്ക് മേലെ ധരിക്കേണ്ട വസ്ത്രമല്ല പെണ്ണിൻ്റെത്. പെണ്ണിന്റെ
കാല് കാണിക്കേണ്ട കാലല്ല, പെണ്ണിന്റെ മടമ്പ് കാണിക്കേണ്ട മടമ്പല്ല. പുരുഷന്റെ അതിർത്തി പോലെയല്ല പെണ്ണിന്റെ അതിർത്തിയുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി നിങ്ങളുടെ ആൺകുട്ടിയുടെ പാന്റും ധരിച്ച് അത് മുട്ടിന്റെ താഴെ വരെ എത്തുന്നുള്ളൂ. എത്ര വലിച്ചാലും എത്ര നീട്ടിയാലും അത് ധരിച്ച ആ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോ മോളെ നരകത്തിന്റെ വസ്ത്രമാണ്, നമുക്കത് വേണ്ട. ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നരകത്തിന്റെ വസ്ത്രം ധരിച്ചവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരെയും സ്ത്രീകളെയും രണ്ടു കൂട്ടരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നരകത്തിന്റെ വസ്ത്രം വേണ്ട. നരകത്തിലേക്ക് പോകുന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുത്. ചെറിയ കുട്ടികൾക്കാണ് പാന്റ് ധരിപ്പിക്കുന്നതെങ്കിലും അതിന്റെ ആൺകുട്ടികൾക്കുമുള്ള അളവത്ര തന്നെയാണ്. നിങ്ങളുടെ മകൻ ഏത് മാർക്കറ്റിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും എത്ര സമ്പാദിച്ച് വരുന്ന ആളാണെങ്കിലും അവന്റെ വസ്ത്രം കൃത്യമായി രൂപപ്പെടുത്താൻ കഴിയണം. അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഉപദേശം കൊണ്ട് ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹു വസ്ത്രം ശ്രദ്ധിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് വസ്ത്രം ശ്രദ്ധിക്കണേ. മുടി നന്നാക്കിയതുപോലെ മുടി നന്നാക്കണേ. മദീന മുനവ്വറയിലേക്ക് വന്ന ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഒരു ദിവസം തങ്ങൾ പറഞ്ഞു, നിഅമർ റജുലു ഖുറൈം. ഖുറൈം നല്ല ചെറുപ്പക്കാരനാണ്. ലൗലാ തൂലു ജുമ്മതിഹി വൈസ്ബാലു ഇസാരിഹി. രണ്ട് വിഷയങ്ങൾ കൂടി ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആളേറ്റവും നല്ല മനുഷ്യനായി തീരുമായിരുന്നേനെ. വസ്ത്രം ഒന്ന് തായോട്ടിറങ്ങിയിട്ടുണ്ട്, ഞെരിയാടി വിട്ട് തായോട്ടിറങ്ങിപ്പോയിട്ടുണ്ട്. അതങ്ങ് കേട്ടപ്പോ ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹു അതാ വസ്ത്രം അങ്ങോട്ട് കയറ്റി. പിന്നതാ തണ്ടൻകാലിന്റെ പകുതി വരെ മാത്രമാണ് ആ വസ്ത്രമുള്ളത്. മരിക്കുന്നത് വരെ ആ വസ്ത്രം ഞെരിയാടി തൊട്ടിട്ടില്ല. തണ്ടൻകാലിന്റെ പകുതി ഭാഗത്തേക്ക് അതങ്ങ് ഉയർത്തിക്കളഞ്ഞു. പെട്ടെന്നൊരു കത്രികയെടുത്തിട്ട് ചെവിക്കുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞു നിൽക്കുന്ന മുടി, പെരടിയിൽ നിന്ന് തായോട്ടിറങ്ങി നിൽക്കുന്ന മുടി മഹാനവറുകൾ കട്ട് ചെയ്തു നീക്കി. നെറ്റിയിൽ നിന്ന് അതിന്റെ പിരികത്തിൽ നിന്ന് തായോട്ടിറങ്ങിയിട്ട് നെറ്റിയുടെ അതിർത്തിയും വിട്ടിയിറങ്ങിയ മുടി വേണ്ട മോനെ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ രൂപത്തിലുള്ള മുടിയൊക്കെ നീ വെച്ച് വളർത്തിക്കോ. അതേ സമയത്ത് പുതിയ രൂപത്തിൽ ചെവിക്കുറ്റി മറക്കുന്ന രീതിയിൽ അതേ പെരടിയിൽ നിന്ന് തായോട്ടിറങ്ങിയ രീതിയിലുള്ള മുടിയെ പറ്റി ഒന്ന് ഉപദേശിച്ചപ്പോഴേക്ക് ഖുറൈമുൽ ഉസൈദി റളിയല്ലാഹു അൻഹു വെട്ടി നന്നാക്കിയതുപോലെ നമ്മൾ നന്നാകണം. നമ്മൾ വീണ്ടും ഒരു ചക്കരവാക്കിന് വാക്ക് കേട്ട് സ്വീകരിച്ചു പോയാൽ പോരാ. തുണി തായോട്ടിറങ്ങുന്ന വിഷയം പറഞ്ഞപ്പോ വളരെ പേടിയോടെ വന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ തുണി ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ തായോട്ടി ഇറങ്ങി പോകാറുണ്ട് നബിയേ. ആരാണ് ഈ വന്ന് പരാതി പറയുന്നത്? നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം തന്റെ വയറ്റിന്റെ ഉള്ളിൽ പെട്ടു എന്നറിഞ്ഞപ്പോ രക്തം ഛർദിക്കുന്നത് വരെ, രക്തത്തിന്റെ തുള്ളി ഛർദിച്ചു തുപ്പുന്നത് വരെ അണ്ണാക്കിലേക്ക് രണ്ട് കൈയുമിട്ടുകൊണ്ട് ഛർദിച്ച മഹാനില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, ചിലപ്പൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ എന്റെ തുണി തായോട്ടി ഇറങ്ങി പോകാറുണ്ട് നബിയേ. ഞാനും നരകക്കാരിൽ പെടുമോ? തങ്ങളെ പേടിയൊന്നൊരു പേടിയാ. തായോട്ടിറങ്ങിയ സൊഫിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. മടമ്പ് നോക്കിയാ പോരാ, ഉണ്ണി തായോട്ട് ഇറങ്ങിയിട്ടുണ്ടോ നോക്കണം. ഉയർത്താൻ വേണ്ടി പറയണം, ഉണ്ണി ഒന്ന് ഉയർത്തിയെടുക്കിയെന്ന് പറയണം, കയറ്റിയെടുക്കിയെന്ന് പറയണം.
പാന്റ് വലിച്ചു കയറ്റാൻ പറയണം. ആ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കൂല എന്നല്ലേ ഹദീസിലുള്ളത്. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത റജുലിൻ ജറ ഇസാറഹു ബത്റൻ. സ്റ്റൈലിന് വേണ്ടി, പവർ കിട്ടാൻ വേണ്ടി, പുതുമക്ക് വേണ്ടി, മോഡലിന് വേണ്ടിയൊക്കെ നിര്യാണി വിട്ട് താഴെയുള്ള വസ്ത്രവും ധരിച്ചു വരുന്നവന്റെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. സഹോദരിമാരുടെ നിസ്കാരത്തെ പറ്റിയല്ല ഈ പറഞ്ഞത്. അത് കാലമറിയുന്ന രീതിയിലുള്ള നിസ്കാരക്കുപ്പായമാണ് അവർ ധരിക്കേണ്ടത്. സുജൂദിലടക്കം കാലുമറിയുന്ന രീതിയിലുള്ള നിസ്കാരക്കുപ്പായം, കാലിന്റെ ഭാഗം വെളിവാകാത്ത രീതിയിൽ, അതിലൂടെ അപ്പുറവും ഇപ്പുറവും ഒന്നും കാണാത്ത രീതിയിലുള്ള വസ്ത്രം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് പേടിയോടെ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ലസ്ത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളല്ല, നിങ്ങൾ ആ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ശ്രദ്ധിക്കാതെ പെട്ടെന്ന് താഴോട്ടിറങ്ങിപ്പോയതല്ലേ, വിഷയാക്കണ്ട. ഓർമ്മല്ലാതെ അറിയാതെ താഴോട്ടിറങ്ങിപ്പോയതാ. പക്ഷെ മഹാനവറുകളെ പേടി നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞപ്പോ എത്ര പേടിയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയത്. നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ നരകത്തെ പറ്റി ഉണർത്തിയപ്പോ കടുത്ത രീതിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞ ഒരു സംഗതിയാണ്. പുരുഷന്മാരോടും സ്ത്രീകളോടൊക്കെ ഞാൻ പറയട്ടെ, കടുത്ത രീതിയിൽ അല്ലാഹു തആല നരകത്തെ പറ്റി പറഞ്ഞതിന്റെ തൊട്ടടുത്ത് വളരെ കർശനമായ രീതിയിൽ അല്ലാഹു തആല പറഞ്ഞൊരു വിഷയമാണ് പലിശ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ്. لا تأكلوا الربا ضعافا مضاعفا واتقوا الله لعلكم تفلحون واتقوا النار التي أعدت للكافرين. നരകത്തെ പറ്റി പറഞ്ഞപ്പോ തൊട്ടപ്പുറത്ത് അല്ലാഹു തആല പറഞ്ഞു, പലിശ ഭക്ഷിക്കരുത്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഡെപ്പോസിറ്റിംഗ് മാർഗങ്ങളായി നമ്മൾ ആൾക്കാർ കണ്ടെത്തിയിട്ട് ഇൻട്രസ്റ്റ് ഇത്ര അധികം ഉണ്ട് എന്ന് മൊബൈലിലേക്ക് മെസ്സേജ് വരുമ്പോഴേക്ക് അത് പോയി വാങ്ങുകയാണ്. യഥാർത്ഥത്തിലുള്ളത് അവിടെ സൂക്ഷിപ്പാണ്. വർഷാവർഷം ഇവന് മികവ് കിട്ടുന്നത് വാങ്ങിയിട്ട് സംഭാവനയും ഭക്ഷണവും മരുന്നും ഒക്കെ അതിന്റെ ബാക്കിയിൽ നിന്നാണ്. വേണ്ട സഹോദരങ്ങളെ, ആ ഒരു ഭക്ഷണം വേണ്ട, ആ ഒരു പലിശ ഭക്ഷണം വേണ്ട. ലോകത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിച്ച സംഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മദ്യപാനം പോലെ തന്നെ പലിശയും. ഹജ്ജത്തുൽ വദായിലും തങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ കാലത്തെ പലിശയെ പറ്റി വാക്ക് തർക്കണ്ടായിട്ട് നിങ്ങൾ അന്യോന്യം ഷണ്ട കൂടരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞ കാലത്തെ കണക്കുകളൊക്കെ എന്റെ കാൽപാദത്തിന്റെ കീഴിൽ ഞാൻ ഇതാ കുഴിച്ചിട്ടിരിക്കും. ഇപ്പൊ എന്തിനും പലിശ, വീടെടുക്കാനും പലിശ, യാത്ര പോകാനും പലിശ, കച്ചവടം തുടങ്ങാനും പലിശ, ഇരിക്കാനും പലിശ, നിൽക്കാനും പലിശ, എല്ലാത്തിനും പലിശ. അതൊരു സൗജന്യ മാർഗമായിട്ട് ഇങ്ങനെ കണ്ടുവരാണ്. ആരും അറിയില്ല എന്നാ ചിന്തിക്കുന്നത്, പക്ഷെ എല്ലാരും അറിയും. എഴുന്നേറ്റ് വരുന്ന ദിവസം ഇവനെത്ര വാത് കേട്ടിട്ടും മറ്റൊന്നും നന്നാകാതെ പലിശക്കാരനായി ജീവിച്ചവനാണെന്നറിയും. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പിശാച് ബാധ ഇളകിയ ആള് ആടിയുലയുന്നത് കണ്ടിട്ടില്ലേ? അപസ്മാര രോഗി നടക്കാൻ കഴിയാതെ വീഴുന്നതും മുന്തുന്നതും ചാടുന്നതും കണ്ടിട്ടില്ലേ? നേർക്ക് നേരെ നടക്കാൻ കഴിയാതെ കുടിമാടത്തിൽ നിന്ന് വിളിയാളം കേട്ട് എഴുന്നേറ്റ് വരുമ്പോ പലിശ ഭക്ഷിക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നത് അങ്ങനെയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവൻ നിന്നെ നോക്കുന്നു. ഇവൻ നല്ല ആളായിട്ടാണല്ലോ ജീവിച്ചിരുന്നത്, പക്ഷേ ഉണ്ടത് മുഴുവനും, തിന്നത് മുഴുവനും, തീറ്റിച്ചത് മുഴുവനും ഈ പലിശയാണല്ലോ. എത്ര ശതമാനാന്നറിയോ? നമ്മളാൾക്കാർ അതിൽ നിന്നൊക്കെ ഒഴിവാണെന്ന് കരുതണ്ട. മാനേജറോട് ഒരു ദിവസം ഞാൻ പോയി ചോദിച്ചു, പലിശ ഇല്ലാത്ത ഒരു അക്കൗണ്ടിനെ പറ്റി സംസാരിക്കുമ്പോ അയാൾ പറഞ്ഞു, പലിശ ഇല്ലാത്ത ഒരു അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ വിശദീകരിച്ചു തന്നു. എല്ലാത്തിലും പലിശ ഉണ്ട്, സീറോ ബാലൻസിലും ഉണ്ട് പലിശ എന്നൊക്കെ പറഞ്ഞു. പേര് സീറോ ബാലൻസ്, പക്ഷെ അതിലും പലിശ ഉണ്ട്.
എന്നിട്ട് ആള് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ കൂട്ടക്കാര് എന്നാ മുസ്ലിങ്ങൾ, നിങ്ങളെ കൂട്ടക്കാർ ഇവിടെ വന്നിട്ട് അതിന്റെ പലിശക്ക് അവർ എടുത്തു കൊണ്ടുപോകുന്നത് റംസാന് സക്കാത്ത് കൊടുക്കാനാണ്. വളരെ കറക്റ്റ് ആയിട്ട് ഞാനിങ്ങനെ കുറെ കേട്ട് ചിരിച്ചു. എന്താ റബ്ബേ കേൾക്കുന്നത്? റംസാനിലെ സക്കാത്തിന് എന്താ എടുത്തുകൊണ്ടിരുന്ന സാധനം? സ്വീകരിക്കൂ അല്ലാഹ് സ്വീകരിക്കൂല, സ്വീകരിക്കൂല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ പറഞ്ഞല്ല. ശുദ്ധിയില്ലാത്ത രീതിയിൽ നിസ്കാരം സ്വീകരിക്കാത്തതുപോലെ അവിഹിത സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു സദഖയും സ്വീകരിക്കപ്പെടൂല. അതെത്ര കോടിക്കണക്കിന് കൊടുത്താലും സ്വീകരിക്കപ്പെടില്ല. ദുനിയാവിലൊരു പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ലാഭം കിട്ടിയിട്ട് ഒരു ദ്വാരുന്നോണ്ട് കൊണ്ട് സാമ്പത്തിക പുരോഗതിക്ക് ഉണ്ടായിക്കൊണ്ടായിക്കൊണ്ടായിക്കൊണ്ടായി ഏതെങ്കിലും കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് അവര് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരുന്നിട്ട് പിന്നെ ബിസിനസ് ഒക്കെ വർദ്ധിച്ചു എന്നൊക്കെ വരും. അതൊക്കെ പക്ഷെ അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യൂല. ഒരു അണുമണി തൂക്കം പലിശ ഭക്ഷിക്കരുത്. നരകത്തിലേക്ക് പോകുന്ന സംഗതിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഉപ്പമാരെ, മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചത് നരകവുമായി അടുത്ത ബന്ധമുള്ളതാണ്. സമ്പാദ്യ വിഹിതം ഹറാമിനാലാകരുത്, അവിഹിത രൂപത്തിലാകരുത് സമ്പാദ്യം, നിഷേധിച്ച രൂപത്തിലാകരുത് സമ്പാദ്യം, വിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ രീതിയിലാകരുത് നിന്റെ സമ്പാദ്യം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ഹറാമായ രീതിയിൽ മറ്റുള്ളവരെ ചതിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളാകരുത് നീ. പറ്റിച്ചിട്ട് ചൂഷണം ചെയ്തിട്ടുള്ള സമ്പാദ്യം സമ്പാദിക്കുന്ന ആളാകരുത്. ടിക്കറ്റ് ലോട്ടറിയുണ്ട്, മൊബൈലിലും ഉണ്ട് ലോട്ടറി. രണ്ടും ഒരേ രൂപമാണ്, അറിയില്ലെന്ന് കരുതരുത്. മൊബൈലിലൂടെ നിങ്ങളെ ബട്ടണമർത്തിയാൽ അതിലുമുണ്ട് സഹോദരങ്ങളെ ലോട്ടറി. വിവിധ തരം ലോട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, വിവിധ രൂപത്തിലുണ്ട്. ലക്ഷങ്ങൾ ആ രൂപത്തിൽ സമ്പാദ്യം കിട്ടുന്ന ആളുകളും സമ്പാദിച്ചു വെക്കുന്നവരുമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം ഓർക്കണം, എത്ര വികസിച്ചാലും എത്ര മക്കളെ വളർത്തിയാലും മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നരകവുമായി മുളച്ചു വന്നത്, ഹറാമിൽ നിന്ന് മുളച്ചു വന്നത്, അവിഹിത സമ്പാദ്യത്തിൽ നിന്ന് മുളച്ചു വന്നത് നരകവുമായി അടുത്ത ബന്ധമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഹറാമായ രീതിയിലുള്ള സമ്പാദ്യം, അതിലേക്ക് പെട്ടെന്ന് ആളുകൾ കയറിക്കൂടുന്നു. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മഹാന്മാര് സൂക്ഷ്മത പാലിച്ചത് കണ്ടില്ലേ? വലിയ പണ്ഡിതനല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന് ജീവിതോപാധിയായിട്ട് കച്ചവടമുണ്ടായിരുന്നു. വസ്ത്ര കച്ചവടം നടത്തി ജീവിച്ചിരുന്ന മഹാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വസ്ത്ര കച്ചവടം നടത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അയാൾ 70 കൂട്ടം വസ്ത്രം കൊണ്ടുവന്നു. 70 ജോഡിയാണ് ആ വസ്ത്രം. 70 ജോഡിയും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുന്നിൽ ഇങ്ങനെ നിരത്തിയപ്പോ ഒരൊറ്റ ജോഡി വസ്ത്രത്തിൽ ഡാമേജ് ഉണ്ട്. പടക്കം തോന്നിക്കുന്ന ചില കറകളും അടയാളങ്ങളും കണ്ടപ്പോ വിൽക്കാൻ പോകുന്ന ആളോട് പറഞ്ഞു, തൊഴിലാളിയോട്, ഈ ഒരു ജോഡി വസ്ത്രം പറഞ്ഞിട്ടേ വിൽക്കാവൂ, പറയാതെ വിറ്റുകൂടാ. അപ്പൊ നമുക്ക് ചിന്തിക്കാലോ, നമ്മളിപ്പോ ഒരു തുണി വാങ്ങാൻ പോയ എത്ര തുണി വലിച്ചിടും? ഈ ഒരു തുണി വാങ്ങുന്ന ആള് അയാൾ നോക്കൂലേ ഇത് പറ്റൂലേ? അങ്ങനെ ചിന്തിക്കാലോ. പറഞ്ഞു നോക്ക്, കൊടുക്കുന്ന ആള് മാത്രമല്ല വാങ്ങുന്ന ആള് നോക്കൂലേ? നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അത് ശരിയായിട്ടില്ല, അടുത്തൊന്നെടുക്കി ഒരു 10ഓ 15 എടുത്ത് നമുക്ക് എല്ലാ നിലക്കും പറ്റിയ ഒന്നല്ലേ നമ്മൾ സെലക്ട് ചെയ്യാ. വാങ്ങുന്ന ആള് നോക്കൂലേ? വിൽക്കുന്ന ആള് മാത്രമല്ല വാങ്ങുന്ന ആള് നോക്കൂലേ? 70 ജോഡി വസ്ത്രവും വിറ്റിട്ട് പള്ളിയിലേക്ക് വന്ന് വിറ്റോന്ന് വെച്ചാ ഒക്കെ വിറ്റു. ഒക്കെ വിറ്റാൽ എത്ര പൈസ ഉണ്ടാവുന്ന കുട്ടിയൊക്കെ ഒരു സംഖ്യ ഉണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ആ ഒരു ജോഡി അത് പറഞ്ഞാണോ വിറ്റത്? അപ്പൊ തൊഴിലാളി പറഞ്ഞത് പറയാൻ വിട്ടുപോയി. പറയാൻ വിട്ടുപോയി. എന്നാ ഈ 70 എണ്ണത്തിൽ ഒന്നിന്റെ കാശും എനിക്ക് വേണ്ട,
69 എണ്ണത്തിന്റെ കാശ് ഇവിടെ വെച്ച് ഒന്നിൻ്റെത് കൊണ്ടുപോയിക്കോ എന്നല്ല പറഞ്ഞത്. 70 ജോഡിയിൽ ഒന്നിന്റെ കാശും വേണ്ട. 70 എണ്ണത്തിന്റെ കാശും നീ എടുത്തു കൊണ്ടുപോയിക്കോ. നിന്നെ എനിക്ക് തൊഴിലാളിയായിട്ട് വേണ്ട. ഒന്ന് പറഞ്ഞു വിൽക്കാത്തതിന്റെ പേര് നിന്നെ ശരിയാകൂല. നിന്നെ ഈ ലാഭക്കൂറ് കച്ചവടത്തിന് പറ്റൂല. നീ പോയിക്കോ, നിന്നെ പറ്റൂല, നിന്നെ കൂട്ടാൻ പറ്റൂല. നീ എന്തേ പറയാതെ വിറ്റത്? അവർ ഹൗഫാണത്, അവരെ സൂക്ഷ്മതയാണത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ലോട്ടറി വാങ്ങുന്ന ആളുകളോ നഊദു ബില്ലാഹി മിൻ ദാലിക. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഈ കേൾക്കുന്നത് സഹോദരങ്ങളെ? ഇപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പന്തയ മത്സരം. വേണ്ട കേട്ടോ, ഹറാമാണ് ആ സമ്പാദ്യം, വേണ്ട. അൽ ഖിമാർ, അറബിയിൽ പന്തയത്തിന് ഖിമാർ എന്നാ പറയുന്നത്. അത് ഹറാമാണ്, വൻകുറ്റമാണ്. ആര് ജയിച്ചാലും ശരി, ആര് തോറ്റാലും ശരി, അത് വെച്ചുകൊണ്ട് നിങ്ങൾ കാശടിക്കണ്ട. അത് വെച്ചുകൊണ്ട് നിങ്ങൾ തർക്കമുണ്ടാക്കണ്ട. ആ സമ്പാദ്യം അത് ഹറാമാണ്, അല്ലാഹു സ്വീകരിക്കാത്തതാണ്. ചൂഷണോപാധികമായിട്ടുള്ള ഒരു സമ്പാദ്യവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്തുള്ള അതേ രൂപത്തിലുള്ള ചൂഷണങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും എണ്ണി 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 പറഞ്ഞ് സ്വഹാബത്തിന് അതിന്റെ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് തലപൊക്കി വന്നു. പല ആളുകളും പല രൂപത്തിലും ഉപയോഗിച്ചു തുടങ്ങി. അതുകൊണ്ട് ഹറാമിനാൽ മുളച്ച രീതിയിൽ നമ്മൾ മക്കളെ വളർത്തിയാൽ അവര് നന്നാകുമോ? ഇല്ലേ ഇല്ല. നല്ല സമ്പാദ്യം സ്വീകരിക്കണം, നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൂടി കലർന്നിട്ടുള്ള സ്വത്തില്ലേ, സക്കാത്തിന്റെ വിഹിതം കൊടുക്കാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സ്വത്തില്ലേ, അത് തനിയായ രൂപത്തിലുള്ള ഹലാലല്ല, തകർച്ചയാണ് അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത്. മാ ഖാലതത്തി സകാത്തു മാലൻ ഇല്ലാ അഹ്ലകതുഹു. സകാത്തിന്റെ വിഹിതം ഏത് സ്വത്തിലേക്ക് കൂടി കലരുന്നുവോ ആ സ്വത്തിനെ അത് നശിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തകർച്ചയാണ് ഉണ്ടാവുക. കൊടുക്കേണ്ട വിഹിതം വളരെ ചെറുതാണ്, പക്ഷേ നമ്മളത് ഭക്ഷിക്കാൻ പാടില്ല. അത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളുടെ ഭക്ഷണമാണ്. നമ്മളാ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മളെങ്ങനെ ഭക്ഷിക്കും? അത് പാടില്ലല്ലോ, മറ്റുള്ളവരുടെ അവകാശമല്ലേ. ചുരുങ്ങിയ കണക്കല്ലേ അല്ലാഹു തആല പറഞ്ഞത്. ആ കണക്കനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. മറ്റൊന്നുകൂടി പറയട്ടെ, ബാപ്പയുടെ ഉമ്മയുടെ മുതല് അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സ്വീകരിച്ചേക്കരുത്. ബാപ്പ മരിച്ചുപോയി, 25 കൊല്ലം നോമ്പ് ഖളാ ഉള്ള ബാപ്പയാണ്. ഒന്ന് കൂട്ടി നോക്കൂ, 25-ന് 30-ന് വെച്ചിട്ടൊന്ന് ഗുണിച്ചു നോക്കൂ. ആ ബാപ്പാന്റെ അത്രയും നോമ്പ് നോറ്റ് വീട്ടാൻ മക്കളാരും ഒരുക്കമല്ല. എന്നാൽ ഈ സമ്പാദ്യത്തിൽ നിന്നെടുത്ത് മുദ്ദു കൊടുക്കണ്ടേ? മുദ്ദു കൊടുക്കാതെ നിങ്ങൾ വിഹിതം വെച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് കുടുംബം പോറ്റുന്നത് അത് നല്ല സ്വത്തല്ല. അവകാശത്തിന്റെ ഒരു ഭാഗം ഇവിടെ ബാക്കിയുണ്ട്. ബാപ്പ ഹജ്ജ് നിർബന്ധമായ ആളാണ്, ഹജ്ജ് ചെയ്തിട്ടില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് ബാപ്പ കരുതിയിരുന്നു. അതിനിടക്കാണ് മരണം സംഭവിച്ചത്. ബാപ്പാന്റെ സ്വത്ത് മൊത്തം കൂട്ടി നോക്കുമ്പോ 1.5 ഏക്കർ സ്ഥലമുണ്ട്. സെന്റിന് എത്ര ലഭിക്കും? ചുരുങ്ങിയ കാശ് പറയട്ടെ, $50,000 1 ലക്ഷം ഉണ്ടൊക്കെ സ്ഥലം കിട്ടും. ബാപ്പാക്കുള്ളത് 1.5 ഏക്കർ സ്ഥലമാണ്. അപ്പൊ എത്രയായി സെന്റിന്? നിങ്ങളിവിടെ ആരും സ്ഥലം വാങ്ങല്ലാതെ നിന്നാ കുറച്ച് സ്ഥലം വാങ്ങിത്തരാവുന്നതല്ല. 75 ലക്ഷം. അത്ര വേണോ ഹജ്ജിന് പോകാൻ? വേണ്ട, അതിന്റെ 10-1 മതി.
ഏത് പ്രൈവറ്റിന്റെ കണക്കാ? മുന്റെ കണക്ക് കൂട്ടി പറയാ. നീ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് പോയി വരാം അല്ലെ. കുറെ ദിവസം ഇവർക്ക് പോയി നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 10 12 കൊടുത്താൽ 15 ദിവസം കൊണ്ട് പോയി വരാം. പൈസ കയറാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മക്കള് ചോദിക്കുന്നത് ബാപ്പാക്ക് അന്നെന്തേ പണി? ഇപ്പൊ സ്വത്ത് നമ്മളെ കയ്യിൽ വന്നപ്പോ നമ്മളോട് ഇതൊക്കെ പറയാൻ ബാപ്പാക്കങ്ങ് ചെയ്തുകൂടായിരുന്നില്ലേ? ബാപ്പാന്റെ സ്വത്ത്, ബാപ്പാന്റെ നിർബന്ധ ബാധ്യത ഇപ്പൊ നമ്മുടെ പെരടിയിലേക്കാ വന്നത്. അത് വീട്ടാതെ ഇത് വിഹിതം വെക്കാൻ പറ്റോ? ഇല്ല. അങ്ങനെ വിഹിതം വെച്ചിട്ടുള്ള ജീവിതം അടിച്ചുപൊളിയാകുമെന്ന് കരുതുന്നുണ്ടോ? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാല് മുളച്ചുണ്ടായത് നരകവുമായി കൂടുതൽ കണക്ഷൻ ഉള്ളതാണ്. ഉമ്മ വഫാത്തായപ്പോ ഉമ്മാക്കൊരു 20 പവൻ സ്വർണമുണ്ട്. എത്ര പവന് മതി ഇന്ന് ഹജ്ജിന് പോവാന്? 10 പവന് വേണം? വേണ്ട. ഒരു പവന്റെ എത്ര? 53 54 ഒരു 10 എണ്ണം കൂട്ടുമ്പോഴേക്ക് വന്നില്ലേ ലക്ഷങ്ങൾ? 5 എണ്ണം. 20 പവൻ ഉമ്മാന്റെ സ്വത്ത്. ഇവിടെ വേറെ സ്വത്തൊക്കെ വേറെ ഉണ്ട്. ഇപ്പൊ ആഭരണം മാത്രാ പറഞ്ഞത് 20 പവൻ. മക്കളെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു അല്ല ഉമ്മാക്ക് ഹജ്ജൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ട. ഇവിടെ അല്ലേ തന്നെ നമുക്ക് കടണ്ട്, മക്കളൊക്കെ പോറ്റണ്ടേ. ആണ് വെച്ചോടി ഫാത്തിയൊക്കെ ഓതിയിട്ടാണ് വീതം വെച്ചു. നല്ല റാഹത്തിലല്ലേ വിഹിതം? പറ്റൂല സഹോദരങ്ങളെ, വിഹിതം വെക്കാൻ പറ്റൂല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്വഹാബിമാരൊക്കെ വിഹിതം വെച്ചത് എത്ര കഴിഞ്ഞിട്ടാണെന്ന്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല. ആരാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? ചെറിയ മഹാനല്ല. വിശുദ്ധമായ കഅബ 10 ആളുകൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ കഅബ പുനരുദ്ധാരണ പ്രവർത്തനം. അതിൽപ്പെട്ട ഒരു മഹാനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. ബനാ കദാ ബിനാഉൽ ലിഹജ്ജാജിൻ വഹാദാ മുതമ്മിമു. കഅബ പുനരുദ്ധാരണം നടത്തിയ 10ൽ ഒരു മെമ്പറാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. ബാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു അവരാരാ? അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനാണ്. സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോ മകനെ വിളിച്ചു പറയുന്നു, മോനെ അബ്ദുല്ലാ, നാളെ നടക്കുന്ന യുദ്ധത്തിൽ ബാപ്പ ഷഹീദാകാൻ സാധ്യതയുണ്ട് മോനെ. ബാപ്പ ഷഹീദായാൽ ഉപ്പാന്റെ കടങ്ങളൊക്കെ മോന് വീട്ടണം മോനെ. എന്റെ സ്വത്തതിന് തികയില്ലെങ്കിൽ എന്റെ കുടുംബത്തെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് എന്റെ കടത്തിന്റെ വിഷയങ്ങളൊക്കെ അവരോട് ബോധ്യപ്പെടുത്തണം. നീ എന്നും ദുആ ചെയ്യണം. എന്റെ മൗലയോട് നീ പറയണം. മകൻ ചോദിച്ചു, ആരാണ് വാപ്പ നിങ്ങളെ മൗല? മൗല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംരക്ഷകൻ, യജമാനൻ എന്നൊക്കെയാണ്. നേതാവ് എന്ന് അർത്ഥമുണ്ട്. മോനെ, എന്റെ മൗല അല്ലാഹുവാണ്. നീ അല്ലാഹുവോട് എപ്പോഴും ദ്വാരക്കണം. അല്ലാഹുവേ, എന്റെ ബാപ്പാന്റെ കടം നീ വീട്ടി തരണേ അല്ലാഹ്. മരിച്ചതിന്റെ ശേഷം മിമ്പറിന്റെ മുന്നിൽ വെച്ച് ഏറ്റെടുക്കുന്ന വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. യുദ്ധത്തിലേക്ക് പോകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നാളെ ഷഹീദായാൽ എന്റെ കടബാധ്യത മുഴുവനും വീട്ടിയ ശേഷമേ എന്റെ സ്വത്ത് ഓഹരി വെക്കാവൂ. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പിറ്റേന്ന് ഷഹീദായി. മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ കടക്കാരോടൊക്കെ പറയുന്നു കടക്കാര് വരണം. കണക്ക് കിട്ടി, എത്ര ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് എന്നുള്ള കണക്കൊക്കെ ലഭിച്ചു. ബാപ്പാക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വത്തുണ്ട്. മക്കയിലുണ്ട്, കൂഫയിലുണ്ട്, മദീനത്ത് തന്നെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. തോട്ടങ്ങളുണ്ട്, ഖാലി ഭൂമിയുണ്ട്, അതുപോലെ തന്നെ ഒട്ടകങ്ങളുണ്ട്, പലതും ഉണ്ട്. ഇതൊക്കെ സ്വത്താണല്ലോ. ഇത്
ഇതിനൊക്കെ വില കെട്ടിയിട്ട് കടക്കാരെ വിളിച്ചിട്ട് കടക്കാരുടെ വിഹിതം വീതിച്ചു കൊടുത്തു. എന്നിട്ട് കടക്കാരുടെ വിഹിതം വീതിച്ചു കൊടുത്തിട്ടും സ്വത്ത് ബാക്കിയുണ്ട്. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരങ്ങളും സഹോദരിമാരും ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കല്ലേ എന്ന് ചോദിച്ചപ്പോ സമയമായിട്ടില്ല, എനിക്ക് ഒരു 2 വർഷക്കാലം സീസൺ സമയങ്ങളിൽ ചന്തകൾ നടക്കുമ്പോ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോ അവിടെ അനൗൺസ്മെന്റ് ചെയ്യണം, അവരോടൊക്കെ വിളിച്ചറിയിക്കണം. ആർക്കെങ്കിലും എന്റെ വാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു കടം തരാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കണേ, നമ്മളത് വീട്ടിൽ തരാം എന്നെനിക്ക് വിളിച്ചു പറയാൻ 2 കൊല്ലം കൂടി തരണം. എന്നിട്ട് സഹോദരന്മാരോടും സഹോദരിമാരോടും പോകാൻ പറഞ്ഞു. 2 വർഷക്കാലം മാസം തോറും നടക്കുന്ന സീസൺ സമയങ്ങളിൽ മാർക്കറ്റുകളിൽ പോയി അനൗൺസ്മെന്റ് നടത്തി. എന്റെ വാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു കടം തരാനുണ്ടെങ്കിൽ വന്നോളൂ, തരാം. നേരത്തെ കടക്കാരുടെ കണക്കെടുത്തുകൊണ്ട് അവർക്ക് സ്വത്തിന്റെ ഭാഗം മുറിച്ചു കൊടുക്കുകയും ദിർഹമും ദീനാറുമായിട്ട് പലരുടെയും കടം വീട്ടിയിട്ട് വീണ്ടും സ്വത്ത് മിച്ചം വന്നത് പെട്ടെന്ന് ഓഹരി ചെയ്തില്ല. 2 വർഷക്കാലം വിളിച്ചു നടന്നു. അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു നല്ല സന്തോഷത്തോടുകൂടെ പാലം കടന്നു പോകാൻ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഴിയൊരുക്കുന്നു. ബാപ്പമാരെ ഹജ്ജൊന്ന് ഓർത്തു നോക്ക്, അവരെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി. ഉമ്മമാരെ ഹജ്ജൊന്ന് ഓർത്തു നോക്കൂ, ഹജ്ജ് ചെയ്യാത്ത ബാപ്പാന്റെയും ഉമ്മാന്റെയും ഹജ്ജിന്റെ ബാധ്യത നമ്മുടെ പരിധിയിൽ വന്നോ? നമ്മളത് കൂട്ടിക്കലർത്തിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാണോ? അതൊക്കെ നിങ്ങൾ മറന്നേക്കാനാണോ ചിന്തിക്കുന്നത്? ബാധ്യത ആര് വീട്ടും? വീട്ടാതിരുന്നാൽ ആ സ്വത്ത് അവിഹിതമല്ലേ സഹോദരങ്ങളെ? നിർബന്ധ ബാധ്യതയല്ലേ അത്? കടം മാത്രമല്ലല്ലോ, സക്കാത്ത് മാത്രമല്ലല്ലോ, ഹജ്ജും ഇല്ലേ, നോമ്പിന്റെ കണക്കുമില്ലേ, എല്ലാം വീട്ടേണ്ടതല്ലയോ? ഒറ്റൊന്നും ബാക്കി വെക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അതൊക്കെ അങ്ങനെ തന്നെ സ്വകാര്യമായി നമ്മൾ ഉപയോഗിച്ചാൽ കുടുങ്ങേണ്ട ഒരു നേരത്തെ നമ്മൾ കുടുങ്ങും കേട്ടോ. കണക്ക് ചോദിക്കുമ്പോ അന്യായമായിട്ടുള്ള കണക്കാണോ വന്നത്? ഇവിടെയുള്ള ഈഡിയുടെ അറസ്റ്റ് പോലെ ആയിരിക്കില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മുന്നിൽ വെച്ച് കണക്ക് ചോദിക്കുമ്പോ അവിഹിതമായ ഒരു സ്വത്തും നമ്മുടെ കയ്യിൽ വേണ്ട. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ ഒരൊറ്റ ചാണ് ഭൂമിയും മറ്റൊരാളുടെ ഹക്കാണെന്ന് പറയുന്ന തരത്തിലുണ്ടോ? വിട്ടുകൊടുത്തേക്കൂ. നാളെ ആഖിറത്തിൽ അത് മാലയായി അണിയാതിരിക്കാനാണ്. ഏതെങ്കിലും ഒരു സഹോദരന്റെ ഒരു തുണ്ട് ഭൂമി, ഒരു ചാണ് ഭൂമി നിങ്ങളെ സ്വാധീന ശക്തി കൊണ്ട്, നിങ്ങളുടെ മറ്റു ശക്തി കൊണ്ട്, രേഖാമൂലവും മറ്റുമൊക്കെ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിൽ അത് 7ാം ഭൂമി വരെ നിങ്ങളെ തോളിൽ അണിയിക്കുന്ന ഒരു നേരം വരാനുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. സ്വഹാബിമാരെ കൂട്ടത്തിൽ വന്നിട്ട് പലരും എന്റേതാണ് നബി, അയാളെ കൈവശമുള്ള ഭൂമി എന്ന് പറയുമ്പോ തങ്ങൾ 2 പേരെയും വിളിച്ചിട്ട് കാര്യകാരണ സഹിതങ്ങളെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് യഥാർത്ഥ അവകാശിക്ക് ഭൂമി പതിച്ചു കൊടുക്കുമ്പോ തങ്ങൾ പറയാറുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ സാമർത്ഥ്യം കൊണ്ട് മറ്റൊരാളെ ഭൂമിന്റെ വിഹിതം വാങ്ങിപ്പോയാൽ ഒരൊറ്റ ചാണാണെങ്കിലും ശരി, ആഖിറത്തിൽ നിങ്ങളെ തോളിലത് അണിയിക്കും. നിങ്ങൾക്ക് നടക്കാൻ കഴിയാതെ ശിക്ഷയുടെ ഭാരവും ഏറ്റിട്ട് നിങ്ങൾ നടക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കേണ്ട രൂപഭാവങ്ങളാണ്. മറ്റൊന്ന് പറയട്ടെ, പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവര് അതും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഒരൊറ്റ തുണ്ട് പോലും കയ്യിൽ ഒതുക്കിക്കൂടാ. പൊതുമുതലാണോ
നീ കൈകാര്യം ചെയ്യുന്നത്? അത് പള്ളിയുടേതാകാം, സമൂഹത്തിൻ്റെതാകാം, മക്ബറയുടേതാകാം, മറ്റു പല വിഷയങ്ങളിലുമാകാം. നിന്റെ കൈപ്പിടിയിൽ അത് ഒതുങ്ങിപ്പോയോ? ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്നത് നിനക്കൊരു നിലക്കും അതിൽ വിഹിതമില്ലാത്ത നീ കയ്യിലാക്കിയോ? നരകത്തിലേക്ക് പോകാനുള്ള മാർഗമാണ്. ഒരൊറ്റ ചെറിയ ഒരു തുണ്ട് കയ്യിലൊതുക്കിയാളെ പറ്റിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാ, മുത്തുനബി തങ്ങളെ ഖിദ്മത്തിൽ ഖാദിമായി നിൽക്കുന്ന ആളാ. ഒരു സ്ഥലത്ത് നിന്ന് യാത്ര കഴിഞ്ഞു വരുമ്പോ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ ഏർപ്പാടാക്കിയ കൂടാരം ഇങ്ങനെ എടുത്തു വെക്കുന്നതിനിടയിൽ ഉന്നമ്പിയച്ചു വന്നൊരമ്പ് ശരീരത്തിൽ തറച്ചുകൊണ്ട് മിദ്ആം ഇങ്ങനെ കൊട്ടിപ്പടയാ. ചോരയിൽ കുളിച്ചിങ്ങനെ മരണത്തിലേക്ക് നീങ്ങുമ്പോ സഹാബത്ത് ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ഹനീഅൻ ലക ബിശ്ശഹാദ, ഹനീഅൻ ലക ബിശ്ശഹാദ. സന്തോഷം, രക്തസാക്ഷിത്വത്തിന് നല്ല ഭാഗ്യവാനാണ് നീ, നിനക്ക് സന്തോഷം പറയട്ടെ, രക്തസാക്ഷിയായി മരിക്കാൻ കഴിഞ്ഞല്ലോ. ആ വാക്ക് കേട്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർത്തണം നിങ്ങളെ പറച്ചില്. ഒരമ്പേറ്റ് കൊണ്ട് ഒരാൾ പടിഞ്ഞു മരിക്കുമ്പോഴേക്ക് ഷഹാദത്തിന്റെ ക്വാളിഫിക്കേഷനോ? ഇന്ന ശംറത്തല്ലത്തി അഖദ മിൻ ഗനീമത്തി ഖൈബർ ലതസ്തഇലു അലൈഹി നാറാ. പൊതുമുതൽ വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് ഖൈബറിലെ സ്വത്തിൽ നിന്ന് ഇദ്ദേഹം എടുത്തൊരു പൊതപ്പ് അദ്ദേഹത്തിന്റെ ശരീരമാകെ തീ കൊണ്ട് ചുറ്റിക്കളഞ്ഞു, തീജ്വാല പടർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഷഹാദത്തിന്റെ മധുരം പറഞ്ഞപ്പോ തങ്ങളെ പ്രതികരണം കണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമാണ്. ഏതൊരു സംഘടനയുടെയും മേൽവിലാസത്തിലും ഒരു കമ്മിറ്റിയുടെയും ഉള്ളിൽ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം. നിന്റെ സ്വന്തം കാര്യത്തിന് പൊതുമുതലിൽ നിന്നൊരു വിഹിതം പോലും നീ ഉപയോഗിച്ചുകൂടാ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. മറ്റൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലായി പോകരുത്. സക്കാത്തിന്റെ വിഹിതം മറ്റൊരാളുടെ സ്വത്താണ്. മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത നമ്മെ ഏൽപ്പിച്ചത് മറ്റൊരാളുടെ സ്വത്താണ്. സുബ്ഹാനല്ലാഹ്, വിശ്വാസപൂർവം ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ മറ്റുള്ളവരെ ഏൽപ്പിക്കണം. നീ വിദേശത്ത് നിന്ന് വരുമ്പോ നല്ല ഒരു അത്തറും ഒരു വാച്ചും അതുപോലെ തന്നെ ഒരു കുപ്പായ ശീലയും സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു സുഹൃത്ത് നിന്നെ ഏൽപ്പിച്ചു. നീ ഇവിടെ എത്തിയിട്ട് നിന്നിൽ നിന്നത് വാങ്ങാൻ വേണ്ടി വാങ്ങാൻ അർഹതയുള്ള ആള് വന്നപ്പോ തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. അതിന്റെ റൂമിൽ പെട്ടോന്ന് സംശയമുണ്ട്. അവിടെ ആയിപ്പോയോ ഇവിടെ ആയിപ്പോയോ എന്ന് സംശയമുണ്ട്. എവിടെയായിട്ടില്ല, ഇത് നിന്റെ ഷെൽഫിലുണ്ട്. പക്ഷേ കൊടുക്കാനങ്ങ് നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ കണക്കനുസരിച്ചതിന്റെ കണക്ക് രൂപപ്പെടുത്തി വരുന്നൊരു രംഗത്ത് കുടുങ്ങേണ്ടതില്ലയോ? അതും വെച്ച് ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കാണോ അടുത്തത്, നരകത്തിലേക്കാണോ അടുത്തത്? നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ഏറ്റവും അധികം നരകത്തിലേക്ക് അടുപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അക്സറു മാ യുദ്ഖിലുന്നാസൻ നാറ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന് അൽഫമൂ, അവരുടെ വായയാണ്. നാവ് സൂക്ഷിക്കണം, നരകത്തിലേക്ക് തള്ളിയിടുന്ന നാവാകരുത്, നരകത്തിലേക്ക് കൊണ്ട് വലിച്ചിടുന്ന നാവാകരുത്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കളവിന്റെ ആളാകരുത്. കള്ളം പറയുന്ന ആൾക്ക് പോയി കിടക്കാനുള്ള ലോകം നരകലോകമാണ്. ഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂരി വ ഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ. കളവ് അനാവശ്യങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടുപോകും, അനാവശ്യങ്ങൾ നരകത്തിലേക്ക് ചേർത്തിക്കൊണ്ടുപോകും. കള്ളവ് മുഅ്മിനായ മനുഷ്യൻ പറയരുത്. നിർബന്ധമായി പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ കളവാകാൻ
തരമില്ലാത്ത രൂപത്തിലുള്ള വാക്കാണ് പറയേണ്ടത്. വ്യക്തമായിട്ടുള്ള രൂപത്തിൽ കളവ് പറയരുത്. ഒരാളോടും നീ കള്ളം പറയരുത്. പ്രത്യേകിച്ച് നിന്റെ കുടുംബക്കാരെ പറ്റി പറയുമ്പോ, കുടുംബക്കാരോട് പറയുമ്പോ വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ, കുടുംബക്കാരോട് പറയുമ്പോഴും നേര് പറയണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. സ്വന്തം സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 10,000 എടുക്കാണ്ടാവും, ഒരു അർജന്റ് ആവശ്യത്തിനാണ്. 10,000 സഹോദരന് കൊടുത്താല് പിന്നെ ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താ, എങ്ങനെ തരൂലെന്ന് പറയാ. അപ്പൊ പിന്നെ അവിടെ മാർഗം സ്വീകരിക്കും. ഇപ്പൊ ഇല്ല, ഡൈറ്റാണ്. എന്ത് ഡൈറ്റാണ് പോയി പറയുന്നത്? എന്ത് ഡൈറ്റാ സഹോദരാ പറയുന്നത്? അത് കുടുംബക്കാരോട് പറയാൻ പെട്ടെന്ന് തോന്നും, കാരണം തരാതിരുന്നാ പിന്നെ ചോദിക്കാൻ മാർഗമില്ലല്ലോ എന്ന് എഴുതിയിട്ടാണത്. അള്ളാഹു പറയുന്നു ഫഅദിലു വലൗ കാന ദാ ഖുർബാ വഇദാ ഖുൽതും, നിങ്ങൾ എന്ത് പറയാണെങ്കിലും നേര് പറയണം, അത് കുടുംബക്കാരോടാണെങ്കിലും. ഇതേ അങ്ങനെ പറയാൻ കാരണം കുടുംബക്കാരോട് കൊള്ളു പറയാൻ തോന്നും. അതിന്റെ ഒരു കാരണം അതാണ്. അവൻ തന്നില്ലെങ്കിലും തുറന്നു പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് അടുത്ത മാസം ആവശ്യമുണ്ട്, 10,000 ഇവിടെ ഉണ്ട് കൊണ്ടേക്കെന്ന് പറഞ്ഞാൽ പോരെ. അടുത്ത മാസം തരാൻ കഴിയുമെങ്കിൽ നീ കൊണ്ടേക്ക്, ഇവിടെ ഉണ്ട് 10,000, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തരണം. അങ്ങനെ തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. എന്താ കേട്? അതാരോടും പറയാലോ, തുറന്നു പറയാലോ. പക്ഷെ അയാൾ തരൂല എന്നത് കള്ളം പറയാൻ പറ്റില്ല, കളവ് പറയാൻ പറ്റില്ല. നീ വേണമെങ്കിൽ 2 ആളെ സാക്ഷിയാക്കിയിട്ട് ചോദിച്ച പണം നീ കൊടുത്തോ, എന്നാലും കളവ് പറയരുത്. കുടുംബക്കാരെ പറ്റി പറയാണെങ്കിലും നേര് പറയണം, കളവ് പറഞ്ഞേക്കരുത്. നിന്റെ വീട്ടിലും നിനക്കൊരു മകളുണ്ട്, ആ മകളും കല്യാണപ്രായമെത്തി നിൽക്കുന്നു. നിന്റെ അനുജന്റെ വീട്ടിലും ഒരു മകളുണ്ട്, ആ മകളും കല്യാണപ്രായത്തോടടുത്ത് നിൽക്കുന്നു. ആദ്യം വന്ന് നിന്റെ അനുജന്റെ വീട്ടിലേക്കാണ് കല്യാണാലോചന. അതിന്റെ അന്വേഷണം നിന്റെ വീട്ടിലേക്കാ വന്നത്. നീ അവരുടെ സഹോദരനാണെന്നറിയാതെയാണ് അന്വേഷകര് വന്നത്. വന്നിട്ട് വിഷയം ചോദിക്കുമ്പോ കൃത്യമായി പറയണം, കളവായ ഒന്നും പറഞ്ഞേക്കരുത്. നിന്റെ വീട്ടിലുള്ള മകള് അവരെക്കാളും 1 വയസ്സ് അധികമുള്ള ആളാണെങ്കിലും പെട്ടെന്നത് ചെലവാകണമെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കുട്ടിയെയാണോ ആലോചിച്ചത്? ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു വന്നോ? അവരെ കൊണ്ടതിനെ വിവാഹം ചെയ്യിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊരു നുണവാക്ക് നിന്നിൽ നിന്നും ഉണ്ടാകരുത്. ആ അന്വേഷണത്തിന് മുടക്കുന്നൊരു മാർഗം നിന്റെ നാവിൽ നിന്ന് വരരുത്. നാവ് കൃത്യമായി സൂക്ഷിക്കണം, കള്ളം പറഞ്ഞേക്കരുത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്നറിയാത്ത രീതിയിൽ നിങ്ങൾ ഓരോന്ന് പറയുമ്പോ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ. അത് തീരുമാനിക്കേണ്ട ഒരു സമയം പിന്നെ വരൂലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനം നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോ ഏത് പട്ടികയിലാണ് സഹോദരങ്ങളെ അതിനെ പെടുത്താൻ പറ്റുന്നത്? നേര് മാത്രമാണ് നാവ് കൊണ്ട് പറയേണ്ടത്. കള്ളം പറയുന്നത് കൂടുതലായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു. ഒരാള് മാത്രമല്ല, വിവിധ ഭാഗങ്ങളിലേക്ക് കളവ് പരക്കുന്ന രീതിയിലുള്ള കളവില്ലേ? ജഹന്നമിലെ ശിക്ഷ കണ്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ കള്ളം പറഞ്ഞ ആളുകൾക്കുള്ള ശിക്ഷ എങ്ങനെയാ തങ്ങൾ കണ്ടത്? ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വായിങ്ങനെ പിളർത്തിയിട്ട് ഒരു ഇരുമ്പ് പോലോത്ത ഒരു ഉപകരണം കൊണ്ട് വായിങ്ങനെ പൊട്ടിക്കീറുന്നു. അതാ പിൻഭാഗം വരെ വലിച്ചു കീറുകയാണ്. ശരിക്കിങ്ങോട്ട് കീറിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് പിന്നെയും അതാ നാവിന്റെ തൊള്ളയുടെ ഭാഗം ഇങ്ങോട്ട് വലിച്ചു കീറുന്നു. ഇവിടെ കീറുമ്പോഴേക്ക് ഈ ഭാഗം കീറാനായി പൂർണ്ണമായി. രണ്ടാമത് പിന്നെയും കീറുന്നു. 2 ഭാഗങ്ങളും ഇങ്ങനെ വലിച്ചു കീറുന്ന സമയത്ത് ചോദിക്കുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അക്കാണുന്ന മനുഷ്യൻ കളവ് പറഞ്ഞവനാണ്. അതിനുള്ള ശിക്ഷയാണ് അവന്റെ വായക്ക് അല്ലാഹു നൽകിയത്. നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് അൽഫമോ, നാവാകുന്നു. ഗീബത്ത് സൂക്ഷിക്കണം, നമീമത്ത് സൂക്ഷിക്കണം. അതും തന്നെ പണ്ഡിതന്മാരെ പറ്റിയും സയ്യിദന്മാരെ പറ്റിയും ഗീബത്തും നമീമത്തും പറഞ്ഞിരുന്ന് രസിക്കരുത്. മുഅ്മിനീങ്ങള് സാധുക്കളായ മുത്തഖീങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോ ഗൗരവമാർന്ന ശിക്ഷയായിട്ട് അതിന്റെ മുകളിലേക്ക് അത് വരും. നമീമത്ത് അത്ര കടുപ്പമുള്ള ശിക്ഷയാണ്. പരദൂഷണം പറയുന്നത്, ഫിത്നയുടെ വർത്തമാനം പറയുന്നത്, നഊദു ബില്ലാഹ്, ഇല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് പലതിനും ഉണ്ട്.
ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിയിട്ട് നുണ പറയാമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർശനമായ രീതിയിൽ വിലക്കിയതല്ലേ? ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ രൂപത്തിൽ പോലും കള്ളം പറഞ്ഞേക്കരുത്. നഊദു ബില്ലാഹ്. ഇതൊക്കെ നാവ് കൊണ്ട് ഉണ്ടായിത്തീരുന്നു. വായ കൊണ്ടല്ലേ ഹറാമ് ഭക്ഷിക്കുന്നത്, ഹറാമ് പറയുന്നത്, പലതിലേക്കും നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുന്നത്. വായിലൂടെ തന്നെയല്ലേ മദ്യപാനം നിർവഹിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ട മുസ്ലിമേ, നരകത്തിൽ പോയി കുടിക്കാനും തിന്നാനും കൊടുക്കുന്നത് മദ്യപാനികൾക്ക് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ കടുത്ത ചീഞ്ചലമാണ്. നരകക്കാരുടെ കടുത്ത ചീഞ്ചലം. ആ ചീഞ്ചലം കുടിക്കാൻ കഴിയുമോ? ഇല്ല. എന്നാലും വിശപ്പിന്റെ ഊക്കുകൊണ്ട്, ദാഹത്തിന്റെ കടുപ്പം കൊണ്ട് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. മുസ്ലിമിന്റെ കല്യാണത്തിൽ വരെ മദ്യം വിളമ്പി തുടങ്ങി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കല്യാണത്തിന് പോകുന്ന ആളുകൾക്ക് വരെ തലേന്നും പിറ്റേന്നും പലരും മദ്യപാനം നൽകിക്കഴിഞ്ഞു. മയക്കുമരുന്ന് വസ്തുക്കൾക്ക് ആളുകൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു. മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അതിന്റെ മൊത്ത വ്യാപാരികളും ചില്ലറ വ്യാപാരികളുമായിട്ട് എത്രയാ പിടികൂടപ്പെടുന്നത്. നഊദു ബില്ലാഹ്. നരകത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ എത്രയാണ് കൈക്കലാക്കി നടക്കുന്നത്. അല്ലാഹു തആലയുടെ നിർദ്ദേശം ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നരകം കാണുന്ന സമയത്ത് പേടിക്കാത്ത ഒരാളും ഇല്ല. നരകത്തെ സംബന്ധിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം വന്ന് വിശദീകരണം നൽകിയപ്പോ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു, നബിയേ, നരകത്തെ പോലെ ഒരു തീയും ഇല്ല. അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തീയാണ് നരകം. 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. അത് വെളുത്തു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ ചുവന്നുപോയി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. നരകം കറുത്തിരുണ്ടുപോയി. ഇന്ന് നരകം കറുത്ത കളറിലാണ്. കാണുമ്പോ തോന്നും കനല് തീക്കണലൊക്കെ ആറിക്കിടക്കാണ്. പക്ഷേ അതിന്റെ ചൂട് ഒരു നിലക്കും ക്ഷമിക്കൂല. അതിന്റെ ജ്വാലകളെ കെടുത്താൻ കഴിയൂല. ഉഷ്ണം അതിഭയാനകമാണ്. ഏറ്റവും ആഴമുള്ള കിണറ് നരകത്തിന്റെ കിണറാകുന്നു. നരകത്തിന്റെ ആഴം ചെറുതല്ല. നരകത്തിന്റെ ആഴം കണക്കാക്കാൻ കഴിയുമോ? നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോ നരകത്തിന്റെ ആഴം എത്രയാണ്? 1000 ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോ ഒരൊറ്റ ആളെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. 10,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ 10 പേരെയല്ലേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ എണ്ണം വെറും 100 എണ്ണമാണ്. 1,00,000 ആളുകളെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുമ്പോ സ്വർഗത്തിലേക്കുള്ള മെമ്പർമാര് 100 എണ്ണമാണ്. കോടികൾ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. കോടാനക്കോടികൾ അധികവും ഉള്ളത് നരകത്തിലല്ലയോ? എന്നിട്ടും നരകത്തോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, ഹലിം തലഅതി, നരകമേ നിറഞ്ഞോ? നരകത്തിന്റെ മറുപടി, ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ തന്നോളൂ അല്ലാഹ്, സ്വീകരിച്ചേക്കാം.
നരകത്തിന്റെ ആഴം അതിവിദൂരമാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ കിട്ടുന്ന പാനീയമോ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്. അടിനദാഹം കൊണ്ടൊന്ന് കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് പാനപാത്രം ചുണ്ടിലേക്ക് അടുപ്പിച്ച് വെച്ച് നോക്കുമ്പോ ചുണ്ട് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, മൂക്ക് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു, കണ്ണ് ഉരുകിയിട്ട് പാത്രത്തിലേക്ക് വീഴുന്നു. മുഖത്തെ അത് കരിച്ചു കളയുന്നു, ചുട്ട് കരിച്ചു കളയുന്നു. നിങ്ങൾ കോഴിയെ ചുടുന്നത് കണ്ടിട്ടില്ലേ? ചുട്ട കോഴിയെ ഭക്ഷിക്കാറില്ലേ? നമ്മുടെ ശരീരത്തിന്റെ തൊലിഭാഗങ്ങള് നരകത്തിന്റെ ഒരു ചീഞ്ചലം അടുപ്പിക്കുമ്പോഴേക്ക് അതിന്റെ ആവി തട്ടിയിട്ട്, അതിന്റെ തീയല്ല ഈ ചുടുവെള്ളത്തിന്റെ ആവി തട്ടിയിട്ട് ആ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിൽ അതെന്തൊരു ചൂടാ! സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സന. ഓരോ തട്ടിന്റെ ഇടയിലും 70 കൊല്ലത്തെ വഴുദൂരമുണ്ട്. 7 തട്ടുകളായിട്ട് നരകം സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഓരോ തട്ടിലേക്കും ഓരോ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട പെങ്ങളെ, നരകത്തിലേക്ക് പോകുന്ന നാവ് വേണ്ട, നരകത്തിലേക്ക് പോകുന്ന വസ്ത്രം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന ഭക്ഷണം വേണ്ട, നരകത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള വികാര വിചാരങ്ങളൊന്നും വേണ്ട. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം വൽ ഫർജു, സ്വകാര്യ അവയവമാണ്. സെക്സുകളല്ലേ നാട്ടിലധികം നടക്കുന്നത്, അതിനല്ലേ ആളുകൾക്ക് മോഹമുള്ളത്, അനാവശ്യ പ്രവർത്തനങ്ങളല്ലേ വർഷാവർഷം അധികരിച്ചു വരുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നിനക്ക് തന്ന സ്വകാര്യ അവയവം ഹലാലായി റബ്ബ് ഉപയോഗിക്കാൻ പറഞ്ഞ മാർഗത്തിലൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. പെണ്ണും കല്യാണത്തിനൊരുങ്ങിപ്പോയി, ആണും കല്യാണത്തിന് സമ്മതം വാങ്ങിയിട്ട് കോടതിയിൽ പത്രിക നൽകിപ്പോയി. സ്വവർഗ വിവാഹം അതൊരു നിയമമായിട്ട് അംഗീകരിക്കുന്നതിന് മുറവിളി അധികം കൂട്ടിപ്പോയി. മുസ്ലിം പെണ്ണുങ്ങൾ വിവാഹിതരായി പോയി, മുസ്ലിം ആണുങ്ങളും വിവാഹിതരായി പോയി. ഒരു പെണ്ണിന് ആണിന്റെ പേരും മറ്റൊരു പെണ്ണിന് പെണ്ണിന്റെ പേരും വെച്ച് പോയി. എന്താണ് ആ ബന്ധത്തിന്റെ താല്പര്യം? എന്താണ് ആ ബന്ധത്തിന്റെ അർത്ഥം? അവരെ ഈമാനൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിലാണെങ്കിലും ഈ അനാവശ്യ കൃത്യങ്ങളെ കൊണ്ട് പോയി ചേരാനുള്ളത് നരകമെന്ന ലോകത്തേക്കാണ്. ചെറിയ ചെറുപ്പക്കാരികള് വരെ സെക്സ് കണ്ടിട്ട് വികാര വിചാരങ്ങള് ശമനം നടത്തിപ്പോയി. മൊബൈലിലൂടെയും ഉപകരണങ്ങളിലൂടെയും സെക്സ് കണ്ടിട്ട് സ്വന്തം ശരീരങ്ങളിലുള്ള അവിഹിത മാർഗങ്ങള് സ്വന്തത്തിലൂടെയും അല്ലാതെയും വികാര വിചാരങ്ങളെ ത്രസിപ്പിച്ചു പോയി. അനാവശ്യ രൂപത്തിലുള്ള സമ്പർക്കങ്ങള് യാത്രയിലും ടൂറിലും മറ്റു സന്ദർശന സ്ഥലങ്ങളിലും വാടക രൂപത്തിലും അല്ലാതെയും വർദ്ധിച്ചുപോയി. ജനങ്ങളെ നരകത്തിൽ കടത്തുന്ന അധിക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എണ്ണി പറഞ്ഞപ്പോ സ്വകാര്യ അവയവമാണെന്ന് പറഞ്ഞപ്പോ അത് ചെറുതായി തോന്നണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം മക്കളെ പ്രായപൂർത്തിയെത്തിയവരാണെങ്കിലും കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരാണെങ്കിലും അന്യന്റെ കൂടെ ടൂറിന് വിടുന്ന ഉപ്പമാരെ ആ മക്കളെ നരകത്തിലേക്ക് വിടല്ല. നരകത്തിൽ
നരകത്തിന്റെ വഴിക്കൊരു മാർഗം ഒരുക്കി കൊടുക്കല്ല. 9ാം ക്ലാസ്സുകാര് നമ്മുടെ നാട്ടിൽ ഗർഭിണിയായിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല പല സംഭവങ്ങളുണ്ട്. 10ാം ക്ലാസ്സുകാര് ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 11ാം ക്ലാസ്സുകാര് ഗർഭിണിയായി മാറിയിട്ടുണ്ട്. 12ാം ക്ലാസ്സുകാര് ഗർഭിണിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ പിന്നിലെ നരകത്തിൽ നിന്നവരെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു ഓർഡർ തന്നിട്ട് കിട്ടുന്ന പണം ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കൊരു സുഖസല്ലാപത്തിന് വേണ്ടിയിട്ട് തോന്നുന്ന വഴിയിലേക്ക് അവരെ കൂടെ ആടിപ്പാടാൻ പറ്റുന്ന ആണുങ്ങളെ കൂടെ വിട്ടയച്ചു പോയാൽ നിങ്ങളെത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും നിങ്ങളെത്ര നോമ്പെടുക്കുന്നവരാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അക്ഷീണം എത്തിക്കുന്നവരാണെങ്കിലും മക്കളെ ഒരു ബാധ്യത നിങ്ങളെ പരടിയിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ബാധ്യതയല്ല. നിങ്ങളുടെ സ്വന്തം ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ അക്കരെ എത്താമെന്ന് കരുതരുത്. മക്കളുടെ ചോദ്യവും കൂടെ വരുമ്പോ അവരെ വഴിതെറ്റാനുള്ള മാർഗങ്ങൾ എങ്ങനെ ഉണ്ടായി? ഞാൻ ആദ്യമായി അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചൊരു കുട്ടി പറയുന്നത്, എനിക്കൊരു വേശ്യാവൃത്തിക്ക് വഴിയൊരുക്കി തന്നത് ഈ നിൽക്കുന്ന ബാപ്പ തന്ന 10,000 5000 അവരെന്നെ പറഞ്ഞയച്ച ടൂറിലാണ് ഞാൻ ആ സെക്സ് മണത്തതെന്ന് ഒരു മകള് പറയുമ്പോ, ഒരു മകന് പറയുമ്പോ നമുക്ക് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താമോ? അതിന് കഴിയുമോ സഹോദരാ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണമെന്ന് വളരെ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിന്റെ 7 തട്ടുകൾ എണ്ണി പറയുമ്പോ ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലമൊന്ന് കൂട്ടി നോക്കൂ. 70 കൊല്ലത്തെ വൈദൂരമാ. മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഏറ്റവും പുള്ളിങ്ങുള്ള വാഹനത്തിന് ഭൂമിയിലൂടെ പോയാൽ ഒരൊറ്റ മാസം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലെത്തുമില്ലേ? ഇത് 1 കൊല്ലത്തെ വൈദൂരമല്ല, 2 കൊല്ലത്തെ വൈദൂരമല്ല, 70 കൊല്ലത്തെ വൈദൂരമാണ്. ബൈന കുല്ലി ബാബൈനി മസീറത്തു 70 സനാ. എത്രണ്ട് നരകത്തിന്റെ വിശാലത! ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിലുള്ള അകലത്തിന്റെ അകലം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാൻ നബിയെ, 2 തട്ടുകൾക്കിടയിൽ 70 കൊല്ലത്തിന്റെ വൈദൂരമുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനോട്, കുല്ലു ബാബിൻ മിൻഹാ അശദ്ദു ഹർറം മിനൽ ആഖിർ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ചൂട് കൂടിയതാണ്. കവാടങ്ങളൊക്കെ മലർക്കേ തുറക്കപ്പെട്ട രൂപത്തിലാണ്. പുറത്ത് കിടക്കാൻ കഴിയുമെന്ന് കരുതരുത്. കാവൽ പടന്മാര് പുറത്തുണ്ട്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നല്ല മല്ലന്മാരായ കട്ടിയും ഗൗരവവും ആരോഗ്യവുമുള്ള മലക്കുകളാണ് ഓരോ വാതിലിന്റെ അടുത്തുള്ളത്. 19 മലക്കുകളാണ്. എന്തിനാ 19? ഒന്ന് പോരെ. കാരണം ഒരു മലക്കിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രയാ? 2 ചുമലിന്റെ ഇടയിലുള്ള അകലം തങ്ങൾ പറഞ്ഞത് എത്രയാ? മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഒരൊറ്റ മലക്കിന്റെ എന്തിനാ 19? ഒന്ന് പോരെ. ഒരൊറ്റ മലക്കിന്റെ ശരീരത്തിന്റെ വലുപ്പം പറഞ്ഞത്, 2 ചുമലിന്റെ ഇടയിലുള്ള അകലം പറഞ്ഞത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അകലാണ് ഒരു മലക്കിന്റേത്. അങ്ങനത്തെ 19 പുറത്ത് കിടക്കാൻ കഴിയോ? എങ്ങനെങ്കിലും ചുളിവിൽ പുറത്ത് ചാടാൻ കഴിയോ? ഒരിക്കലും ചാടാൻ കഴിയൂല, പുറത്തിടാൻ കഴിയൂല. മാർഗങ്ങൾ പലതും ചോദിച്ചു നോക്കും, കേണപേക്ഷിച്ച് നടത്തു നോക്കും. ഒരു ദിവസമെങ്കിലും ഒന്ന് ശിക്ഷ കുറച്ചു തരുമെന്ന് ചോദിക്കും. ഒരൊറ്റ ദിവസമെങ്കിലും, കുറെ വേണ്ട, ഒരൊറ്റ ദിവസമെങ്കിലും ശിക്ഷ ഒന്ന് ചുരുക്കി തരുമോ, ഒന്ന് കുറച്ചു തരുമോ? കെഞ്ചി ചോദിക്കും നരകവാസികൾ. തിരിച്ചു മലക്കുകൾ ചോദിക്കുന്നത് അലം തഖ്തീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്. മുർസലീങ്ങള് ദൂതന്മാര് നരകമുണ്ടെന്നും നരകത്തിലേക്ക് പോകരുതെന്നും തെളിവുകളുമായിട്ട് നിങ്ങളെ സമീപിച്ചില്ലായിരുന്നോ? ഖാലൂ ബലാ. നരകക്കാര് പറയും, അതെ, ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളെ ഉണർത്തിയിരുന്നു, പക്ഷേ ഞങ്ങളെ അനുസരിച്ചില്ല. ഓരോ
മറ്റു തട്ടിനേക്കാൾ ചൂട് കൂടിയതാ. ഓരോ തട്ടും മറ്റു തട്ടിനേക്കാളും ദുർഗന്ധം കൂടിയതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഫൈദന്തഹു ഇലാ അവ്വലിൽ അബ്വാബി, ആദ്യത്തെ ഗേറ്റിലേക്ക്, ആദ്യത്തെ തട്ടിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തലഖതുഹുമുസ് സബാനിയതു ബിസ്സലാസിലി, അതേ സബാനിയത്തായ മലക്കുകൾ ചെങ്ങല കൊണ്ട് അവരെ ആവരണമണിയിച്ചു കഴിഞ്ഞു. ഇവിടെ പോലീസുകാരൻ കയ്യിന് മുറുക്കുന്ന ചെങ്ങല പോലെയല്ല, ലോക്കപ്പിലിടുന്ന ചെങ്ങല പോലെയല്ല. 70 മുഴം വലുപ്പമുള്ള ചെങ്ങലയാണ്. ഒരൊറ്റ കണ്ടിയും പൊട്ടിക്കാനൊക്കൂല. കുടുക്ക് ചെങ്ങല വല്ലാത്ത ചെങ്ങലയാണ്. അതിൽ കുലുക്കിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. തഖ്റുജു മിൻ ബൈനി കത്ഫൈഹി, ചെങ്ങല നെഞ്ചിന്റെ ഭാഗത്തിലൂടെ കൊളത്തിയിട്ട് അതേ ചുമലിന്റെ ഭാഗത്തിലൂടെ പുറത്തെടുത്തിട്ട് ഒന്ന് മുറുക്കിപ്പോയി നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തുളച്ചിട്ട് അതിന്റെ മറ്റൊരു ഭാഗം കോർത്തു വെക്കുന്നത് രണ്ട് ചുമലിന്റെ ഭാഗത്തിലൂടെയും ചെങ്ങലയുടെ രണ്ട് ഭാഗം വന്നുപോയി. ബാക്കിയുള്ളത് പിടിച്ചുകൂട്ടി കെട്ടിപ്പോയി. പിന്നെ ഒരു വലിയ ഒരൊറ്റ ഏറും കൊടുക്കലാണ്. ഓരോ കാഫിറിന്റെ കൂടെയും ശൈത്താനെ കൂട്ടുകാരനായി ബന്ധിപ്പിക്കും. മുഖത്തിലൂടെ നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകും. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടവനെ വേട്ടം കൊടുക്കും. കുല്ലമാ അറാദു അയ്യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, നരകത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഉദ്ദേശിക്കുമ്പോ വീണ്ടും അതിലേക്ക് തള്ളിയങ്ങ് മാറ്റും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ടാണ്. ആ ഇരുമ്പിന്റെ ദണ്ടിന് പഴുപ്പുണ്ട്, അതിന് ചൂടുണ്ട്, അതിന് മൂർച്ചയുണ്ട്, അതിന് ഖനമേറെയുണ്ട്. അത്ര ഖനമുള്ളൊരു ഇരുമ്പ് ദുനിയാവിൽ എവിടെയും കിട്ടില്ല. പ്രത്യേകം സംവിധാനിച്ച ഇരുമ്പാണ്. ഇരുമ്പ് പിടിക്കുന്ന മലക്കുകൾക്ക് ക്ഷീണമുണ്ടോ? അവർക്ക് എപ്പോഴും സാഹസികത കൂടിയിട്ട് ഒരു ക്ഷീണം മാറ്റുന്ന രൂപത്തിൽ ഇരുമ്പ് താഴെ വെക്കുന്ന പണിയുണ്ടോ? ഇല്ലേ ഇല്ല. പുറത്ത് കിടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് വരുമ്പോഴേക്ക് ആഞ്ഞടിക്കുന്നൊരടി കൊണ്ട് അതാ ആഴിയിലേക്ക് താണു പോകുമോ? ഭയാനകത സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുമോ? പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കും. അപ്പോഴേ ദണ്ട് കൊണ്ട് വീണ്ടും ശരീരത്തിൽ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ടേക്കുന്നു. ഈ വിവരങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, 7 തട്ടുകൾ നരകത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, മാ സുഖാനു ഹാദിഹിൽ അബ്വാബ്, 7 തട്ടുകളിലും താമസിക്കുന്ന ആളുകളാരാ? 7 തട്ടിലും ഒരൊറ്റ തട്ടിലേക്കും കടക്കരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കടക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. കേൾക്കാൻ തന്നെ കഴിയാത്ത നരകത്തിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത്? അനുഭവിക്കാൻ കഴിയാത്ത ചൂടെങ്ങനെയാ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്? സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു. അമ്മൽ ബാബുൽ അസ്വലു, ഏറ്റവും അടിയിലെ തട്ട്, ഫഫീഹിൽ മുനാഫിഖൂൻ, അതിലാണ് നബിയെ മുനാഫിഖുകൾ കിടക്കുന്നത്. വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേര് ഹാവിയ എന്നാണ്. ഏറ്റവും അടിയിലെ തട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഈമാന് നല്ല കരുത്തോടെ ശ്രദ്ധിക്കണം. ഈമാനിൽ കേടുപാടുണ്ടായിത്തീരരുത്. ഈമാനിൽ കേടുപാട് വരുമ്പോഴാണ് യഥാർത്ഥ നിഫാഖ് കുടികൊള്ളുന്നത്. വിശ്വസിക്കേണ്ട ഒരു കാര്യങ്ങളിലും നമ്മുടെ ഇൽമിന്റെ കുറവ് കൊണ്ട് നിഷേധ പ്രകടനം നടത്തരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ഉണ്ടാകൂല, അതൊക്കെ വെറുതെ പറയാണ് എന്ന് പറയരുത്. അറിവില്ലാത്തവർ ചോദിച്ചു പഠിക്കണം. ഈ ഭയാനകതകളൊക്കെ പറയുമ്പോ ഇതാരാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, നമ്മളത് വിശ്വസിച്ചു. നമ്മുടെ യുക്തിക്ക് പറ്റുന്നതാണെങ്കിൽ വിശ്വസിച്ചു എന്നല്ല,
അതിന് വിശ്വാസമൊന്നും അറിയില്ല. നമ്മളെ ബുദ്ധിക്കാരെ ബുദ്ധി എന്ത് ബുദ്ധിയുള്ളത്? ഒരായത്ത് പോലും കാണാതെ പഠിക്കാൻ കഴിയാത്ത ബുദ്ധിയാ നിന്റെ ബുദ്ധി. അതൊക്കെ ബുദ്ധി എന്ന് പറയും. ഒരു ഖുർആനിലെ ആയത്ത് ഒരു അരപ്പേജ് പോലും കാണാതെ പഠിക്കാൻ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിക്ക് എന്ത് ബുദ്ധി എന്നാ പറയാ? എന്നിട്ട് ഇതാ നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂലാറുന്നത്. ഒരു ബുദ്ധി അറിയാൻ ബുദ്ധി വേണ്ടേ? വലിയ ബുദ്ധിമാന്മാരൊക്കെ സമ്മതിച്ചെങ്കിൽ സമ്മതിച്ചാ പോരെ ഈ അല്പബുദ്ധികൾക്ക്? വലിയ വലിയ ബുദ്ധിമാന്മാരൊക്കെ കഴിഞ്ഞു പോയില്ലേ? 10 ലക്ഷം ഹദീദ് പഠിച്ചവർ, 15 ലക്ഷം ഹദീദ് പഠിച്ചവർ, 1 ലക്ഷം ഹദീദ് പഠിച്ചവർ, എത്ര ബുദ്ധിമാന്മാർ കഴിഞ്ഞുപോയി. അവരൊക്കെ അംഗീകരിച്ച വിഷയ അല്പജ്ഞാനികളായ അല്പബുദ്ധികളായ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് നമ്മളെ ഭാഗ്യക്കേട് എന്നല്ലാതെ എന്ത് പറയാനാ സഹോദരങ്ങളെ? നമുക്ക് ഏറ്റവും വേണ്ടത് അംഗീകാരമാണ്. ഇത് നമ്മെ പഠിപ്പിച്ചിരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് ഉദ്ധരിക്കുന്നത്, വെറും വാക്കല്ല. തങ്ങൾ ചോദിച്ചപ്പോ ആദ്യമായി പറഞ്ഞത് മുനാഫിക്കുകളെയാണ്. അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ ഒരിക്കലും പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ ഊട്ടി ഉറപ്പിക്കണം. എന്തെങ്കിലും ഒരു സന്ദേഹം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം പെടുത്താൽ ബന്ധപ്പെട്ട ഉസ്താദുമാരോട് പണ്ഡിതന്മാരോട് ചോദിച്ച് തിരുത്തിയിട്ട് ഈമാൻ റെഡിയാക്കണം. യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. അപ്പൊ ആ യുക്തിവാദി പടച്ചോനൊന്നുമില്ല, അള്ളാഹൊന്നുമില്ല, ഭൂമി ഇങ്ങനെ പ്രകൃതിയുടെ ഒരു വരദാനമാണെന്ന് ഇങ്ങനെ വാദിക്കുന്ന ആളായിരുന്നു. ഇമാമുല്ലാദം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കപ്പല് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ വരുന്നുണ്ടോന്ന് വെച്ചു. എന്താ കപ്പലിന്റെ പ്രത്യേകത? ആ കപ്പലിന് കപ്പിത്താനില്ല. ആ കപ്പലിന് ഓടിച്ചു കൊണ്ടുവരാൻ ഒരു കപ്പിത്താനില്ല, കപ്പല് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയും ഇന്നത്തെ കാലത്ത് ഉസ്താദ് പറഞ്ഞാൽ അത്ഭുതമല്ല അല്ലേ? പ്രകാശം കൊണ്ട് ഓടുന്ന വിമാനങ്ങളുണ്ട്, മറ്റുണ്ട്, പലതുണ്ടെന്ന് പറയില്ലേ? പക്ഷെ അതിന്റെ എപ്പോഴും പ്രവർത്തിക്കുന്ന ആളുണ്ട്, അല്ലാതെ ഓടൂല. ആരാ ഓടുക? ഒരു പേടകം പടന്നാണ് പോകുമ്പോൾ പ്രവർത്തിക്കുന്ന ആളുണ്ട്? ആരുമില്ലേ? വെറുതെ പൊന്തിയതാ. ബാംഗ്ലൂരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു പേടകം അങ്ങോട്ട് അയക്കാണ്, ഗ്രഹങ്ങളിലേക്കും മറ്റുമൊക്കെ. അതിനെ ഇപ്പുറത്ത് ചരട് വലിക്കുന്ന ആളുണ്ടോ? ഉണ്ട്. കൃത്യമായിട്ടും എവിടെ എത്തിയത്, എവിടെ എത്തേണ്ടതെന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ടല്ലേ? ആ കണക്ഷൻ ഉണ്ട്. എല്ലാറ്റിനും ഉണ്ട് അങ്ങനെ ഓരോ കണക്ഷൻ. വെറുതെ ഒന്നും പറക്കൂല, ഓടൂല്ല, ഓരോന്നിനും ഉണ്ട്. ഇപ്പൊ കപ്പൽ നോക്ക് നിങ്ങൾ. കൊച്ചിയിൽ നിന്നൊരു കപ്പല് ദ്വീപിലേക്ക് പോകാന്ന് കൂട്ടിക്കോളും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ റേഞ്ച് ഒക്കെ പോകും. ഒരു മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല. അരമണിക്കൂറാണ് കപ്പൽ നീങ്ങിയാൽ മൊബൈലിന്റെ ഉള്ളിലുള്ളത് വല്ലതും കാണാം, അല്ലെങ്കിൽ അത് കീശയിൽ ഇങ്ങനെ കാത്തിരിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ദ്വീപിന്റെയോ മറ്റോ ഒക്കെ റേഞ്ച് കിട്ടുന്നിടത്ത് എത്തണം, ഒന്ന് വിളിക്കാനോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനോ. പക്ഷെ അതിലും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്ന റഡാർ ഉണ്ട്. അത് ഈ കപ്പൽ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നത് വരെ കൊച്ചിയിൽ അതിന്റെ നീക്കുപോക്കുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ റഡാർ സംവിധാനത്തിലൂടെ. കപ്പിത്താന്റെ അടുത്ത് കയറി അയാൾ പറഞ്ഞുതരും ഇതാണ് പോകേണ്ട റൂട്ട്. പക്ഷെ കാറ്റിന്റെ ഗതി ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നത് റഡാറിലൂടെ ചൂണ്ടിക്കാണിച്ചു തരും നമുക്ക് കാണേണ്ട ആളുകൾ. എല്ലാറ്റിനും ഉണ്ട് ഓരോ സംഗതി, ഒന്നുമില്ലാതെ നടക്കൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കപ്പിത്താനില്ലാത്ത കപ്പല് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, എന്ത് പൊട്ടത്തരാ നിങ്ങൾ പറയുന്നത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് കപ്പിത്താനില്ലാതെ ഒരു കപ്പല് വരെ നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുഹൃത്തേ, കപ്പൽ എന്ന് പറയുന്ന ചെറിയൊരു സിട്ടിയല്ലേ? ഒരു കപ്പിത്താനില്ലാതെ അത് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്നെ വിമർശിച്ചെങ്കിൽ കാണുന്ന പ്രപഞ്ചം മുഴുവനും പടച്ച് നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇല്ലയോ? ഒരു ശക്തിയും ഇല്ലാതെ, ഒരു ഖാലിഖും റാസിഖും ഇല്ലാതെ സ്വയം രൂപത്തിൽ നിയന്ത്രിതമായിട്ട് പ്രപഞ്ചം ഇങ്ങനെ നീങ്ങുകയാണോ? രാവും പകലും ഇത്ര സുന്ദരമായി, ചൂടും തണുപ്പും ഇത്ര കൃത്യമായി, മഴയും വേനലും ഇത്ര രൂപത്തില്, ഈ രൂപത്തിലൊക്കെ കൃത്യമായി പോകുന്നത് നിയന്ത്രിക്കുന്ന ഒരു നിയന്താവില്ലാതെയോ? ചിന്തിച്ചുകൊണ്ട് അയാള് മടങ്ങിപ്പോയി. ശരിയാണ്, ഒരു കപ്പൽ അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാനത് നിഷേധിച്ചെങ്കിൽ എത്ര വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചം, ഈ ദുനിയാവ്. ഇതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരുവനില്ല എന്ന് പറഞ്ഞാല് അത് ശരിയല്ലല്ലോ. നല്ല
നല്ലവണ്ണം ഇൽമാണ് സഹോദരങ്ങളെ അതിന്റെ മരുന്ന്. ആ ഇൽമാണ് നമ്മുടെ പുതിയ തലമുറക്കും മക്കൾക്കുമൊക്കെ പകർന്നു കൊടുക്കേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാർഗവും ഇൽമ് തന്നെയാണ്. അവസാന തട്ടിൽ പോയി പെടരുത് മുനാഫിഖുകളാണ്. വിശ്വാസ രംഗത്ത് വൈകല്യം സംഭവിക്കരുത്. വിദേഹത്തുകാർക്ക് മുഴുവനും വിശ്വാസ രംഗത്താണ് വൈകല്യം. ആരുടെ വിശ്വാസത്തിലാണ് ഏറ്റവും വൈകല്യം എന്നറിയുമോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. തങ്ങൾ പറഞ്ഞ വാക്കുകളെ എതിർക്കരുത്. അവിടുത്തെ പ്രസ്താവനകളെ നിരാകരിക്കരുത്. ബഹുമാനങ്ങളെ ഇടിച്ചു താഴ്ത്തരുത്. ആ രൂപത്തിൽ വിശ്വാസക്കുറവ് വിദേഹത്തുകാർക്കുണ്ട്. അതിലേറ്റവും ശക്തമായ രൂപത്തിൽ കുറവുള്ളത് ബഹുഭൂരിപക്ഷം വിദേഹത്തിന്റെ സംഘങ്ങൾ കൂടി വരുന്ന ശീഇയ്യത്തിനാണ്, ഷിയാക്കൾക്കാണ്. ലോകത്ത് അവരിൽ വിശ്വസിക്കുന്ന ആളുകളെ കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ, റിസാലത്തിനെ ചോദ്യം ചെയ്യുന്ന കക്ഷികളുണ്ട്. യഥാർത്ഥത്തിൽ നബിയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്, മാറിപ്പോയതാണ് പറയുന്ന കൂട്ടരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരും പള്ളിയിൽ വാങ്ങോട്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവരെ ബാങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. നമ്മളെ നാട്ടിലൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അവർ അഷ്ഹദു അന്ന അലി വലിയുള്ളാഹും ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹും. നിസ്കരിക്കുന്നു 5 വക്ത് നിസ്കാരം. അതുകൊണ്ട് മാത്രം കാര്യമായ ഈമാനാണ് ശരിയായ. അതിന് വല്ല കുഴപ്പവും പറ്റിയാൽ അടിത്തട്ടിലാണ് പോയി കടവേണ്ടത്. മുനാഫിക്കുകളാണത്. ബഹുഭൂരിപക്ഷം മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എത്ര ഉണ്ടായിരുന്നു? ഒരുപാട് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അടിത്തട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത തട്ട് ഫീഹിൽ മുശ്രികൂൻ, അതിലാണ് മുശ്രിക്കുകൾ ഉള്ളത്, ബഹുദൈവാരാധകർ. വസ്മുഹുൽ ജഹീം, അതിന്റെ പേരാണ് ജഹീം എന്നത്. മൂന്നാമത്തെ തട്ട് ഫീഹി സ്വാബിഊൻ, അതിലാണ് സ്വാബിഊൻ എന്നൊരു വിഭാഗം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് അവർ അധികവും ഉണ്ടായിരുന്നത്. തൗറാത്തിൽ പകുതി വിശ്വാസം, ഫുള്ള് വിശ്വാസമല്ല. അതുപോലെ തന്നെ പൂർവ്വ ഗ്രന്ഥങ്ങളിൽ പല വിഷയങ്ങളും മാറ്റിമറിച്ച് വിശ്വസിച്ചവർ, ശരിക്കാ വാക്കിന് മതം മാറിയവരെന്നർത്ഥം വെക്കും. തൗറാത്തും മൂസാ നബിയും ഒക്കെ ഭാഗികമായ വിശ്വാസമേ ഉള്ളൂ. പൂർണ്ണമായ വിശ്വാസം അക്കൂട്ടർക്കില്ല. അവരും നരകത്തിൽ പോയി കിടക്കുന്നവരാണ്. ആ നരകത്തിന്റെ പേരാണ് സഖർ എന്നത്. നാലാമത്തത് താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് എണ്ണുന്നത് ഫീഹിൽ മജൂസ്, അതിലാണ് മജൂസികൾ ഉള്ളത്, തീയാരാധകരുള്ളത്. വസ്മുഹു ലളാ, അതിന്റെ പേരാണ് ലളാ എന്നത്. വൽ ഖാമിസു, അഞ്ചാമത്തത് ഫീഹിൽ യഹൂദ്, അതിലാണ് ജൂതന്മാരുള്ളത്. വസ്മുഹുൽ ഹുതമാ, അതിന്റെ പേരാണ് ഹുതമാ എന്നത്. വസ്സാദിസു, ആറാമത്തെ തട്ട് ഫീഹിൻ നസ്വാറാ, അതിലാണ് ക്രിസ്ത്യാനികളുള്ളത്, ക്രൈസ്തവർ. വസ്മുഹുസ് സഈർ, അതിന്റെ പേരാണ് സഈർ എന്നത്. മുകളിലുള്ള തട്ടില്ലയോ, തായ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് എണ്ണുമ്പോ ഏഴാമത്തത് തായെന്നാണ് എണ്ണി വന്നത്. ഏറ്റവും മുകളിൽ ഏഴാമത്തേനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം കുറച്ചു നേരം മൗനം പാലിച്ചപ്പോ എന്താ ജിബ്രീലേ അത് പറയാത്തത്? ഹബീബായ തങ്ങളെ ലഅഹ്ലിൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം യതൂബൂ, തങ്ങളെ ഉമ്മത്തിൽ നിന്ന് വൻ പാപങ്ങളുമായി തൗബ ചെയ്യാതെ മരിച്ച കൂട്ടർക്കാണ് ഏറ്റവും മുകളിലെ തട്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കേദാരമായ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും അധികം ദുആ ചെയ്ത നേതാവ്, ഏറ്റവും നല്ല വിട്ടുവീഴ്ചകളൊക്കെ ചോദിച്ചു വാങ്ങി തന്ന നേതാവ്, ഫഖറ മഗ്ശിയൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതരായി പോയി, ബോധം കെട്ടുപോയി. സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ കഥ കേട്ടിട്ടാണ് വൻകുറ്റം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവരെന്ന് പറയുമ്പോ നിസ്കാരം ഒഴിവാക്കിയതിന് ഇനിയും തൗബ ചെയ്യാത്തവരുണ്ടോ? നിസ്കാരം ഒഴിവാക്കിയത് വീട്ടിയാൽ മാത്രം പോരല്ലോ, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിച്ചവർ നിസ്കരിക്കണം, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റങ്ങളിൽ ഒന്നാണ്. വൻകുറ്റങ്ങൾ ഒന്നല്ല, ധാരാളമുണ്ട്. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു പോയോ
തൗബ ചെയ്യാതെ നീ അങ്ങനെ മുന്നോട്ട് പോകരുത്. അള്ളാഹുവിനോട് ഖേദപൂർവം നീ മാപ്പ് ചോദിക്കണം. ആ വിഷയത്തിലേക്ക് പിന്നെ പോകില്ലാതെ തീരുമാനമെടുക്കണം. ജീവിതത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഖേദപൂർവമുള്ള തൗബയില്ലേ, യജമാനനായ റബ്ബ് സ്വീകരിക്കും. ആ പാപക്കറ അല്ലാഹു പുറത്തു തന്നാൽ രക്ഷപ്പെട്ടു പോകാം. വൻകുറ്റം ചെയ്തവർ കാണാ തട്ടെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കണ്ടില്ലേ? ഉമ്മത്തിനെ ആലോചിച്ച് തങ്ങൾക്ക് ബോധം